അന്യരെ ആശ്രയിക്കാതെ ആധാർ കാർഡ് ഓൺലൈനിലൂടെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത് എന്നതിൻ്റെ വിശദാംശമാണ് ഈ വീഡിയോ. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ടാബ് മുതലായ ഡിവൈസുകളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഓൺലൈനിലൂടെ ആധാർ കാർഡ് വീട്ടിലിരുന്നു കൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യമുള്ളത് ആധാർ കാർഡിൽ നൽകിയ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, ആധാർ നമ്പർ അഥവാ ആധാർ എൻറോൾമെൻറ്റ് നമ്പർ, അതും അല്ലെങ്കിൽ വെർച്വൽ ID. ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ നമ്മുടെ വശം ഉണ്ടാകേണ്ടതാണ്. ലോഗിൻ ചെയ്യാനുള്ള ആധാർ പോർട്ടലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണാവുന്നതാണ്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്കിൻ്റെ അക്ഷരങ്ങൾ വീഡിയോയിൽ ഉള്ളതുപോലെ തന്നെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് ടൈപ്പ് ചെയ്ത് എൻ്റർ നൽകുക. ഉടനെ തന്നെ ആധാർ പോർട്ടലിൻ്റെ പേജ് ഓപ്പൺ ആകുന്നതാണ്. ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. നമുക്ക് ഏത് ഭാഷയാണോ ഇതിൽ അറിയുന്നത് ആ ഭാഷയ്ക്ക് മുകളിൽ ക്ലിക്ക് ചെയ്യാം. മലയാളം വേണമെങ്കിൽ മലയാളത്തിന് മുകളിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ ഇംഗ്ലീഷ് എന്നതിന് മുകളിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഉടനെ തന്നെ ഈ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. ഇതിൽ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അംഗീകൃത വെബ്സൈറ്റാണ്. ഇവിടെ കാണുന്ന 3 ലൈനിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ മൈ ആധാർ എന്നതിൻ്റെ വലതുവശത്തുള്ള ഡൗൺ ഏറോയ്ക്ക് ക്ലിക്ക് ചെയ്യുക. ശേഷം ഗെറ്റ് ആധാർ ഈ ഓപ്ഷന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഒത്തിരി ഓപ്ഷൻസ് ഓപ്പണായി വരും. ഇതിൽ ഡൗൺലോഡ് എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിന് പകരം ഡൗൺലോഡ് ആധാർ എന്ന ഓപ്ഷന് മുകളിൽ ക്ലിക്ക് ചെയ്യുന്നതാണ്. ഇവിടെ താഴെയാണ് അതിൻ്റെ ലിങ്ക് ഉള്ളത്. ഈ ലിങ്കിന് മുകളിൽ വേണം ക്ലിക്ക് ചെയ്യാൻ. അടുത്ത ഇൻ്റർഫേസിൽ ഡൗൺലോഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഡീറ്റെയിൽസാണ് കാണിക്കുക. ഈ സ്ക്രീനിൽ 3 ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ആധാർ നമ്പർ ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ എൻറോൾമെൻറ്റ് ID നമ്പർ ഉണ്ടായിരിക്കണം, അതുമല്ലെങ്കിൽ വെർച്വൽ ID നമ്പർ. ഇത് 3-ൽ ഏതെങ്കിലും ഒരു നമ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഏത് നമ്പറാണോ നമ്മുടെ കയ്യിലുള്ളത് അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഉദാഹരണം വെർച്വൽ ID നമ്പർ ഉണ്ടെങ്കിൽ ഈ വട്ടത്തിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെർച്വൽ ID നമ്പർ സെലക്ട് ആവും. ഇനി അതല്ല എൻറോൾമെൻറ്റ് ID നമ്പറാണ് ഉള്ളതാണെങ്കിൽ നടുക്കത്തെ വട്ടത്തിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അതുമല്ല ആധാർ നമ്പറാണ് നമ്മുടെ കയ്യിൽ ഉള്ളതാണെങ്കിൽ ഫസ്റ്റ് വട്ടത്തിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആധാർ നമ്പർ ഏതാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് ഇവിടെ എൻ്റർ ചെയ്യണം. ഇപ്പോൾ ഞാൻ ആധാർ നമ്പർ സെലക്ട് ചെയ്തതുകൊണ്ട് ഇവിടെ ഞാൻ ആധാർ നമ്പർ എൻ്റർ ചെയ്യുകയാണ്. നിങ്ങൾ എൻറോൾമെൻറ്റ് ID നമ്പർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അതേ നമ്പർ തന്നെ എൻ്റർ ചെയ്യണം. അതിന് താഴെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യണം. അതായത് ഡേറ്റ്, ടൈമൊക്കെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ എൻ്റർ ചെയ്യണം. ഏറ്റവും എളുപ്പമുള്ളത് ആധാർ നമ്പർ എൻ്റർ ചെയ്യുന്നതാണ്. ഞാൻ ആധാർ നമ്പർ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അതിന് തൊട്ട് താഴെ ക്യാപ്ച കാണിക്കുന്നുണ്ട്. അതായത് HRF7 എന്നാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ ഈ ക്യാപ്ച നമുക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് കാണുന്നില്ലെങ്കിൽ ഇവിടെ റീഫ്രഷ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ക്യാപ്ച മാറ്റാവുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ ഇവിടെ സ്പീക്കർ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ സ്പീക്കറിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ എന്താണോ അക്ഷരമുള്ളത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ശബ്ദത്തിൻ്റെ രൂപത്തിൽ കേൾക്കാവുന്നതാണ്. ഇവിടെ റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ ഇതിൽ കാണിച്ച ക്യാപ്ച മാറി വേറെ വരുന്നതാണ്. ഞാനിവിടെ റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ കണ്ടോ, ക്യാപ്ച മാറി വന്നു. ഇനി ഇതും വ്യക്തമില്ല എന്നതാണെങ്കിൽ ഒരിക്കൽ കൂടി റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഒരിക്കൽ കൂടി മാറി വന്നു. ഓക്കെ, ഈ ഒരു ക്യാപ്ച നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. 3338 സ്മോൾ ലെറ്റർ T X7. ഇവിടെ സ്മോൾ ലെറ്ററിൽ കാണിക്കുന്നത് സ്മോൾ ലെറ്റർ തന്നെ ടൈപ്പ് ചെയ്യണം. കാരണം ക്യാപ്ച എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. ക്യാപിറ്റൽ ലെറ്ററിൽ തന്നിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ തന്നെ ടൈപ്പ് ചെയ്യണം. സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോളിൽ തന്നെ ടൈപ്പ് ചെയ്യണം. ഇത് ഇത്ര ആയതിനു ശേഷം സെൻഡ് OTP എന്നതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ഞാനിവിടെ സെൻഡ് OTP ക്ലിക്ക് ചെയ്യുകയാണ്.
OTP വന്നിരിക്കുകയാണ്. ഈ ഒരു OTPയുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് വെറും 10 നിമിഷം മാത്രമാണ്. അതുകൊണ്ട് ഈ OTP ഡിസ്പ്ലേ ചെയ്താൽ ഇതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും വരുന്നതല്ല. വെറും 10 മിനിറ്റ് മാത്രമാണ് ഈ ഒരു OTPയുടെ വാലിഡിറ്റി ഉള്ളത്. 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടെ കാണിക്കുന്ന OTP നമ്മൾ എൻ്റർ ചെയ്യണം. OTP എൻ്റർ ചെയ്യാൻ ഇവിടെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കീബോർഡ് വരും. മുകളിൽ നൽകിയിട്ടുള്ള OTP ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വെരിഫൈ ആൻഡ് ഡൗൺലോഡ് ഈ ഒരു ബട്ടണിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ആധാർ കാർഡ് ഡൗൺലോഡ് ഇപ്പോൾ ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്, കൺഗ്രാജുലേഷൻസ്, യുവർ ആധാർ കാർഡ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ഡൗൺലോഡഡ് എന്ന ഇൻഫർമേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഫയൽ ഡൗൺലോഡഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഓപ്പൺ ബട്ടണിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മൊബൈലിലുള്ള ഫയൽ മാനേജർ ഈ ഒരു ഓപ്ഷന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കും. അതിൽ ഡോക്യുമെൻറ്റ്സ് ഓപ്ഷന് മുകളിൽ വേണം ക്ലിക്ക് ചെയ്യാൻ. ഇതിൽ PDF ഓപ്ഷനിലാണ് ഉണ്ടാവുക. ആൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. PDF ഓപ്ഷന് മുകളിൽ ക്ലിക്ക് ചെയ്യുന്നതാണ്. വെറും PDF മാത്രം വരും. ഞാനിവിടെ ആൾ സെലക്ട് ചെയ്തതുകൊണ്ട് എല്ലാ ഓപ്ഷനും വന്നിരിക്കുകയാണ്. ഇപ്പോൾ ആൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന് മുകളിൽ വേണം ക്ലിക്ക് ചെയ്യാൻ. ഈ ഒരു ഓപ്ഷന് മുകളിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആധാർ കാർഡ് കാണാവുന്നതാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ PDF-ന് ഒരു പാസ്വേഡ് നൽകിയിട്ടുണ്ട്. ആ പാസ്വേഡ് നൽകിയതിന് ശേഷമേ PDF ഓപ്പൺ ആകത്തുള്ളൂ. ആ പാസ്വേഡിൻ്റെ ഫോർമാറ്റ് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നൽകിയിട്ടുള്ളതെന്ന്. ഇതിൽ 8 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു പാസ്വേഡാണ് നൽകിയിട്ടുള്ളത്. അതിൽ നമ്മുടെ പേരിൻ്റെ 4 അക്ഷരവും ബർത്ത് ഇയർ അതാണ് കൊടുത്തിട്ടുള്ളത്. അതായത് പേരിൻ്റെ 4 അക്ഷരം എന്ന് പറയുന്നത് തുടക്കത്തിൽ നൽകിയ 4 അക്ഷരം. അതിനും ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് അനീഷ് വൈ കുമാർ എന്ന് കൊടുത്തിട്ടുണ്ട് പേര്. അതിന് തൊട്ട് താഴെ ഇയർ ഓഫ് ബർത്തും കൊടുത്തിട്ടുണ്ട്, 1989. പാസ്വേഡ് ഉണ്ടാകുന്ന രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ANIS, അതായത് അനീഷ് എന്നതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ 4 അക്ഷരവും ANIS, നമ്മുടെ ഇയർ ഓഫ് ബർത്ത് ജനിച്ച വർഷം, ആ വർഷവും, ഇത് രണ്ടും കൂടിയാണ് പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാവുക. നിങ്ങളുടെ ആധാർ കാർഡിൽ എന്താണ് പേര് കൊടുത്തിട്ടുള്ളത് ആ പേരിൻ്റെ ആരംഭത്തിലുള്ള 4 അക്ഷരം പ്ലസ് നിങ്ങളുടെ ഇയർ ഓഫ് ബർത്ത്, ഏത് വർഷമാണ് ജനിച്ചത് അതും കൂടിയാണ് നൽകേണ്ടത്. ഓപ്പൺ ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വേണം നമ്മൾ പാസ്വേഡ് നൽകേണ്ടത്. ഞാൻ എൻ്റെ പേരിൻ്റെ ആരംഭത്തിലുള്ള 4 അക്ഷരവും ഇയർ ഓഫ് ബർത്തുമാണ് കൊടുക്കുന്നത്. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ ആധാർ കാർഡ് ഇവിടെ ഡൗൺലോഡായി ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. ഇത്ര കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യാനുള്ളത്. ഈ ഒരു കോപ്പി ഇനി നമുക്ക് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. കളർ പ്രിൻ്റോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റോ ഏത് വേണ്ടിക്കലും നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇതുപോലുള്ള വീഡിയോകൾ നിരന്തരമായി ഈ ചാനലിൽ ലഭ്യമാണ്.